പത്തനംതിട്ട തണ്ണിത്തോട് മൂഴി ഭാഗത്ത് കടുവയെ കണ്ടതായി വനംവകുപ്പിനെ അറിയിച്ച പോലീസ്. തണ്ണിത്തോട് പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് സംഘമാണ് കടുവയെ കണ്ടതായി പറയുന്നത്. പരിശോധിക്കുകയാണെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എ വി ജയശങ്കർ ശരിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, മുൻപ് ആ മേഖലയിൽ കടുവയെ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ പോലീസ് ഇപ്പോൾ എന്താണ് പറയുന്നത്? ക്രിസ്റ്റിന, ഈ മൂഴി ഭാഗം എന്ന് പറയുന്നത് വനമേഖലയുടെ അടുത്ത് അതിര് പങ്കിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് രാത്രികാല പെട്രോളിങ്ങിന് പോയ പോലീസ് സംഘമാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടുവെന്ന് നിലവിൽ വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വനത്തോട് അടുത്തുള്ള പ്രദേശമായതിനാൽ തന്നെ ഇത്തരത്തിൽ കടുവയും പുലിയും ഒക്കെ ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് നൽകിയ വിവരം അനുസരിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധന വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നൊരു സ്വാഭാവിക നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചില്ല. പക്ഷേ പെട്രോളിംഗ് സംഘം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പെട്രോളിംഗിനിടെ കടുവയെ കണ്ടു എന്നാണ് വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പെട്രോളിംഗിന് പോയ പോലീസുകാരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്ന് പറയുന്നത്. എന്തായാലും വനത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കടുവയുടെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതിലൂടെ നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് ഇത്തരത്തിൽ പെട്രോളിംഗിന് പോയ ഉദ്യോഗസ്ഥർ കടുവയെ കണ്ടെന്നും ഇതിൽ ഒരു പരിശോധന വേണമെന്നുമാണ് നിലവിൽ വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. വനംവകുപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ക്യാമറകൾ ഉൾപ്പെടെ നിരീക്ഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്വീകരിച്ചില്ല. പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു വിവരം കൈമാറുകയാണ് ചെയ്തത്. ക്രിസ്റ്റീന.